family, this 2017 final exam വന്നിട്ടുള്ള 4 മാർക്കിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ടാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിക്കേ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മണി മാത്ത് അതുപോലെ തന്നെ റേഷ്യോസ് എന്നുള്ള രണ്ട് ചാപ്റ്ററും കൂടി മിക്സ് ആക്കി വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡിൽ ഷോർട്ട് ടൈമിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നോക്കി. രാമുവും വേണു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവർ രാമു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേണു എന്ന് പറയുന്നത് 1,50,000 rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ട്. അവർക്ക് ആ ബിസിനസ്സിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 20% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്, എത്രയാണ് ടോട്ടൽ ലാഭം എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താണ് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് അവരുടെ പ്രോഫിറ്റ് ടോട്ടൽ പ്രോഫിറ്റ് അവർ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ഏത് രീതിയിൽ? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോയുടെ ബേസിസിൽ. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും എത്ര രൂപയാണ് ലാഭമായിട്ട് കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതിനാദ്യം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയെന്ന് അറിയണം അല്ലേ? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? രാമുവിന്റെ ഇൻവെസ്റ്റ്മെന്റ് 50,000 rupees ആണ്. വേണുവിന്റെ ഇൻവെസ്റ്റ്മെന്റ് 1,50,000 rupees ആണ്. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരിക്കും ബിസിനസ് വേണ്ടിയിട്ട്? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര മക്കളെ? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 50,000 പ്ലസ് 50,000 പ്ലസ് 1,50,000 അല്ലേ? 1,50,000. ആൻസർ എത്ര വരും? 2 lakh എന്ന് വരും. 2 lakh എന്ന് വരും അല്ലേ? 2 lakh rupees ആണ് അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 20% ആണ് പ്രോഫിറ്റ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും പ്രോഫിറ്റ്? 2 lakh into 20 divided by 100 അല്ലേ? 20 divided by 100. അപ്പോൾ ആൻസർ എത്ര വരും മക്കളെ? 40,000 rupees എന്ന് വരും. 40,000 rupees അല്ലേ? 40,000 rupees ആണ് അവരുടെ ടോട്ടൽ ബിസിനസ്സിലെ ലാഭം എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് പാർട്ട് സിമ്പിൾ ആയിട്ട് ഏറ്റവും പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താണെന്ന്. രാമു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 50,000 രൂപയാണെങ്കിൽ വേണു ഇൻവെസ്റ്റ് ചെയ്ത് 1,50,000 rupees ആണ്. എന്ന് വെച്ചാൽ 50,000 പ്ലസ് 50,000 പ്ലസ് 50,000. അപ്പോൾ 3 times ഓഫ് രാമുസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അപ്പോൾ അവരുടെ റേഷ്യോ എന്തായിരിക്കും വരിക? നോക്കിക്കേ രാമു എത്ര ഇൻവെസ്റ്റ് ചെയ്തോ അതിന്റെ 3 times ആണ് വേണു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റേഷ്യോ 1:3 എന്നുള്ളതാണ് റേഷ്യോ. സെക്കൻഡ് പാർട്ട് അതിനെക്കാട്ടിലും എളുപ്പത്തിൽ നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇനി തേർഡ് പാർട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുക നോക്കിക്കേ. തേർഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ 40,000 rupees അല്ലേ? 40,000 rupees അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് അവർ 1:3 റേഷ്യോയിൽ അവർക്ക് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കണം അല്ലേ? അപ്പോൾ ഒരാൾക്ക് ഓരോരുത്തർക്കും രാമുവിനും വേണുവിനും എത്രയാണ് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ 1:3 റേഷ്യോ എന്താണ് മക്കളെ നമ്മളോട് പറയുന്നത്? അതെ, നമ്മുടെ കയ്യിൽ 4 ആപ്പിൾ ഉണ്ടെങ്കിൽ 3 + 1 4 ആപ്പിൾസ് ഉണ്ടെങ്കിൽ അതിൽ 4ൽ 1 ആപ്പിൾ എന്ന് പറയുന്നത് ആർക്കുള്ളതായിരിക്കും? രാമുവിനുള്ളതായിരിക്കും. അതുപോലെ തന്നെ ബാക്കി 3/4 പാർട്ട് ഓഫ് ആപ്പിൾസ് എന്ന് വെച്ചാൽ 4ൽ 3 ആപ്പിൾസ് എന്ന് പറയുന്നത് ആർക്കുള്ളതായിരിക്കും? വേണുവിനുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മിസ് പറയട്ടെ, അത് മാത്രമല്ല 1:3 റേഷ്യോ പറയുന്നത് എന്താ പറയുന്നത്? നമ്മുടെ കയ്യിൽ എന്ത് സാധനമുണ്ടോ അതിൻ്റെ 1/4 പാർട്ട് ആർക്ക് കൊടുക്കണം? നമ്മുടെ രാമുവിന് കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി 3/4 പാർട്ട് ആർക്ക് കൊടുക്കണം? വേണുവിന് കൊടുക്കണം. 1:3 റേഷ്യോ അതാണ് പറഞ്ഞു തരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ നമ്മുടെ പ്രോഫിറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള സാധനം. അപ്പോൾ പ്രോഫിറ്റ് എത്ര രൂപയാ? 40,000 rupees ആണ്. അപ്പോൾ 40,000 rupeesന്റെ എത്ര പാർട്ടാണ് പ്രോഫിറ്റിന്റെ എത്ര പാർട്ടായിരിക്കും രാമുവിന് കിട്ടാൻ പോകുന്നത്? കറക്റ്റ് 1/4 പാർട്ടാണ് നമുക്ക് രാമുവിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ വേണുവിന് എത്ര കൊടുക്കണം? പ്രോഫിറ്റിന്റെ 3/4 പാർട്ട് കൊടുക്കണം. 3/4 പാർട്ട് കൊടുക്കണം. അപ്പോൾ 1/4 പാർട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയും മക്കളെ? 1/4 ഇൻറ്റു പ്രോഫിറ്റ് എത്രയായിരുന്നു? 40,000 rupees അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? കറക്റ്റ് ആണ്, 10,000 rupees ആണ് ആർക്ക് കിട്ടാൻ പോകുന്നത്? നമ്മുടെ രാമുവിന് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വേണുവിന് എത്ര കിട്ടും നോക്കിക്കേ. എത്ര പാർട്ടാണ് കൊടുക്കുന്നത്? 3/4 പാർട്ട് ഓഫ് 40,000 rupees. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക മക്കളെ? 30,000 rupees അല്ലേ? 30,000 rupees. നമ്മുടെ ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 4 മാർക്ക് പോക്കറ്റിലാക്കാനുള്ള ഏറ്റവും ഷോർട്ട് ടൈം യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് മിസ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്ത് നിങ്ങൾ വേഗം ആ 4 മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്.